വെൽക്കം ടു വൈൽഡ് മേലോ. ഇന്നത്തെ വീഡിയോ 2025 PSC നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ പാർട്ട് 2 വീഡിയോ ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ആർദ്രമാണത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ആർദ്രം. ഐക്യരാഷ്ട്രസഭ 2025 എന്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട്. കൂടാതെ 2025 സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടും ഹിമപാളികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷമായിട്ടും സഹകരണ സംഘങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ 2025 എന്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട്. കൂടാതെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടും ഹിമപാളികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷമായിട്ടും സഹകരണ സംഘങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും പ്രഖ്യാപിക്കുന്നു. 2024 ഒട്ടകവർഗ്ഗങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2024 ഒട്ടകവർഗ്ഗങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷവും സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള സംഭാഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷവുമായിട്ട് പ്രഖ്യാപിച്ചു. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള സംഭാഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ടും പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്ത്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2023 നോബൽ സമ്മാന ജേതാക്കൾ. വൈദ്യശാസ്ത്രത്തിൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. വൈദ്യശാസ്ത്രം കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കോവിഡ്-19 ഫലപ്രദമായ mRNA വാക്സിനുകളുടെ വികസനം സാധ്യമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷനുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് ലഭിച്ചത്. വൈദ്യശാസ്ത്രം കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കോവിഡ്-19 ഫലപ്രദമായ mRNA വാക്സിനുകളുടെ വികസനം സാധ്യമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷനുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് ലഭിച്ചത്. ഭൗതികശാസ്ത്രം പിയർ അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ ലൂലിയെ എന്നിവർക്കാണ് ലഭിച്ചത്. പദാർത്ഥങ്ങളിലെ ഇലക്ട്രോൺ ചലനം പഠിക്കുന്നതിനായി പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് ഉണ്ടാക്കുന്ന പരീക്ഷണ രീതികൾ കണ്ടെത്തിയതിനാണ് ലഭിച്ചത്. ഭൗതികശാസ്ത്രം പിയർ അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ ലൂലിയെ എന്നിവർക്കാണ് ലഭിച്ചത്. പദാർത്ഥങ്ങളിലെ ഇലക്ട്രോൺ ചലനം പഠിക്കുന്നതിനായി പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് ഉണ്ടാക്കുന്ന പരീക്ഷണ രീതികൾ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. രസതന്ത്രം മൗങ്കി ജി ബോവെൻഡി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർക്കാണ് ലഭിച്ചത്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സംശ്ലേഷണത്തിനുമാണ് ലഭിച്ചത്. രസതന്ത്രത്തിൽ മൗങ്കി ജി ബോവെൻഡി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർക്കാണ് ലഭിച്ചത്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സംശ്ലേഷണത്തിനും. സാഹിത്യത്തിൽ യോൺ ഫോസയ്ക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് ലഭിച്ചത്. സാഹിത്യത്തിൽ യോൺ ഫോസയ്ക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നർഗിസ് മുഹമ്മദിക്കാണ്. ഇറാനിലെ സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിനും എല്ലാവർക്കും മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ പോരാട്ടത്തിനും വേണ്ടിയിട്ടാണ് ലഭിച്ചത്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നർഗിസ് മുഹമ്മദിക്കാണ് ലഭിച്ചത്. ഇറാനിലെ സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിനും എല്ലാവർക്കും മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ പോരാട്ടത്തിനുമാണ് ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. സ്ത്രീകളുടെ തൊഴിൽ കമ്പോളത്തിലെ ഫലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വർദ്ധിപ്പിച്ചതിനാണ് ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലോഡിയ ഗോൾഡിനാണ് ലഭിച്ചത്. സ്ത്രീകളുടെ തൊഴിൽ കമ്പോളത്തിലെ ഫലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വർദ്ധിപ്പിച്ചതിനാണ് ലഭിച്ചത്. 2024 ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് ഡി ഗുകേഷ്. 2024 ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് ഡി ഗുകേഷ്. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്?
വിഴിഞ്ഞം തുറമുഖം. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖമേതാണ്? വിഴിഞ്ഞം തുറമുഖം. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. 2023 അവർക്ക് ലഭിച്ചത്. ബാക്കി 3 പേർക്കും ഡാരോൺ അസമഗ്ലു, ജെയിംസ് എ റോബിൻസൺ, സൈമൺ ജോൺസൺ എന്നിവർക്ക് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരാണ്. 2024 നോബൽ സമ്മാന ജേതാക്കളെ നോക്കാം. വൈദ്യശാസ്ത്രത്തിൽ വിക്ടർ ആംബ്രോസും ഗാരി റൗക്കുനും. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ റെഗുലേഷനിലെ അതിൻ്റെ പങ്കിനുമായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. വൈദ്യശാസ്ത്രത്തിൽ വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കുൻ മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ റെഗുലേഷനിലെ അതിൻ്റെ പങ്കിനുമായിട്ടാണ് ലഭിച്ചത്. ഭൗതികശാസ്ത്രം ജോൺ എ ഹോഫീൽഡ്, ജെഫ്രി ഇ ഹിൻഡൺ എന്നിവർക്കാണ് ലഭിച്ചത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയ അടിസ്ഥാനപരമായ കണ്ടുപിടുത്തങ്ങൾക്കും വികസനങ്ങൾക്കുമാണ് ലഭിച്ചത്. ഭൗതികശാസ്ത്രത്തിൽ ജോൺ ജെ ഹോഫീൽഡിനും ജെഫ്രി ഇ ഹിൻഡനുമാണ് ലഭിച്ചത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയ അടിസ്ഥാനപരമായ കണ്ടുപിടുത്തങ്ങൾക്കും വികസനങ്ങൾക്കുമാണ് ലഭിച്ചത്. രസതന്ത്രത്തിന് ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എൻ ജമ്പർ എന്നിവർക്കാണ് ലഭിച്ചത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനായുള്ള കണ്ടുപിടുത്തത്തിന് ഡേവിഡ് ബേക്കറിനും പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്നതിനുള്ള കണ്ടുപിടുത്തത്തിന് ഡെമിസ് ഹസബിസിനും ജോൺ എം ജമ്പറിനുമാണ് ലഭിച്ചത്. രസതന്ത്രം ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പറിനാണ് ലഭിച്ചത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനായിട്ടുള്ള കണ്ടുപിടുത്തത്തിന് ഡേവിഡ് ബേക്കറിനും പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്നതിനുള്ള കണ്ടുപിടുത്തത്തിന് ഡെമിസ് ഹസബിസിനും ജോൺ എം ജമ്പറിനുമാണ് ലഭിച്ചത്. സാഹിത്യം ഹാൻകാങ്ങിനാണ് ലഭിച്ചത്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മകമായ ഗദ്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സാഹിത്യത്തിൽ ഹാൻകാങ്ങിനാണ് ലഭിച്ചത്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മകമായ ഗദ്യത്തിനാണ് ഹാൻകാങ്ങിന് പുരസ്കാരം ലഭിച്ചത്. സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നിഹോൺ ഹിൻഡാൻക്യോ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു സംഘടനയ്ക്കാണ്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് പുരസ്കാരം ലഭിച്ചത്. സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നിഹോൺ ഹിൻഡാൻക്യോ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു സംഘടനയ്ക്കാണ്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുതെന്നുള്ള സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് പുരസ്കാരം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ചത് ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, അവ എങ്ങനെയാണ് സമൃദ്ധിയെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്കാണ് ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് ലഭിച്ചത്. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, അവ എങ്ങനെയാണ് സമൃദ്ധിയെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്കാണ് ലഭിച്ചത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാമത് ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. 2006 സംഘടന ആരംഭിക്കുന്നത്. അതും ശരിയാണ്. 2009 ആദ്യ സമ്മേളനം നടക്കുന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. തെറ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. അതും ശരിയാണ്. 2025 17ാമത് ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. 2024 16ാമത് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ്. 2023 15ാമത് ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിലാണ്. 2026 ഉച്ചകോടി നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. 2027 19ാമത് ഉച്ചകോടി നടക്കാൻ പോകുന്നത് ചൈനയിലും. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്ലൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അമേരിക്ക. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്ലൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അമേരിക്ക. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഡേവിഡ് ബേക്കർ. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഡേവിഡ് ബേക്കർ. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പുരുഷ 100 മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജൻലി റെക്കോർഡോടെ സ്വർണം നേടി. ശരിയാണ്. 46.40 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. വനിതാ 100 മീറ്റർ അത്ലറ്റ്സ് മീറ്റിൽ അമേരിക്കയുടെ ഷകാരിയ റിച്ചാർഡ്സൺ 10.87 മിനിറ്റിൽ റെക്കോർഡോടെ സ്വർണം നേടി ഒന്നാം സ്ഥാനത്ത് എത്തി. ഇത് തെറ്റാണ്.
പുരുഷ ജാവലിൻ ത്രോ മത്സരത്തിൽ പാകിസ്ഥാന്റെ അർഷാദ് നദീം 2ാം സ്ഥാനത്തോടെ വെള്ളി മെഡൽ നേടി. ഇതും തെറ്റാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് വേദി ഫ്രാൻസിലെ പാരീസിലും വിന്റർ ഒളിമ്പിക്സ് വേദി ജപ്പാനിലെ ടോക്കിയോയിലും ആയിരുന്നു. ഇതും തെറ്റാണ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 100 മീറ്റർ അത്ലറ്റിക്സിൽ ജൂലിയൻ ആൽഫ്രഡ് ആണ് 1ാം സ്ഥാനത്തെത്തിയത്. 10.72 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. സ്വർണ്ണ മെഡലാണ് ലഭിച്ചത്. 2ാം സ്ഥാനത്ത് ഷക്കാരി റിച്ചാർഡ്സൺ ആണ് ലഭിച്ചത്. 10.87 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. വെള്ളി മെഡലാണ് ലഭിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനത്തെത്തിയത് അർഷാദ് നദീമാണ്. 92.97 മീറ്ററാണ് ദൂരം. സ്വർണ്ണ മെഡലാണ് ലഭിച്ചത്. 2ാം സ്ഥാനം നീരജ് ചോപ്രയ്ക്കായിരുന്നു. 89.45 മീറ്ററാണ് ദൂരം. വെള്ളി മെഡലാണ് ലഭിച്ചത്. 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് യുഎസിലെ ലോസ് ഏഞ്ചൽസിലാണ്. 2022 വിന്റർ ഒളിമ്പിക്സ് നടന്നത് ചൈനയിലെ ബീജിംഗിലാണ്. 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇറ്റലിയിലെ മിലാൻ കോർട്ടിന ഡി ആംബ്രസോയിലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ജേതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം. 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം ഉൾപ്പെടെ 126 മെഡലുകളാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം ഉൾപ്പെടെ 91 മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത്. 3ാം സ്ഥാനം ജപ്പാനാണ്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ 45 മെഡലുകളാണ് ജപ്പാന് ലഭിച്ചത്. ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനമായിരുന്നു. 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ലഭിച്ചത്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിൽ മനു ഭാക്കറിനും സരബ്ജോത് സിംഗിനും വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കലം ലഭിച്ചു. ഹോക്കിയിലെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സെഹ്റാവത്തിന് വെങ്കലം ലഭിച്ചു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 2023 18ാമത് G20 ഉച്ചകോടിയാണ് നടന്നത്. ഇന്ത്യയായിരുന്നു ആതിഥേയ രാജ്യം. ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് നടന്നത്. വസുദൈവ കുടുംബകം അഥവാ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതായിരുന്നു മുദ്രാവാക്യം. 2024 19ാമത് G20 ഉച്ചകോടി നടന്നത് ബ്രസീലിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. ഒരു നീതിയുക്തമായ ലോകവും സുസ്ഥിരവുമായ ഗ്രഹവും കെട്ടിപ്പടുക്കുന്നു എന്നതായിരുന്നു മുദ്രാവാക്യം. 2025 20ാമത് G20 ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിലാണ്. ഐക്യം, സമത്വം, സുസ്ഥിരത എന്നതായിരുന്നു മുദ്രാവാക്യം. 2026 21ാമത് ഉച്ചകോടി നടക്കാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിയാമിയിലാണ്. മുദ്രാവാക്യം ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അതും ശരിയാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. അതും ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. അതും ശരിയാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടറാണ്. അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ്? 2022-23 യൂണിയൻ ബജറ്റ്. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യ 28 സ്വർണം നേടി. ശരിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. തെറ്റാണ്. ചൈനയിലെ ഹാങ്ഫുവിൽ നടന്നു. ശരിയാണ്. അടുത്തത് ജപ്പാനിൽ നടക്കും. അതും ശരിയാണ്. ഏഷ്യൻ ഗെയിംസ് 2023 വേദി എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷു ആണ്. തീയതി 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് നടന്നത്. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്. ഇനി ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യക്ക് ആകെ മെഡലുകൾ 107 മെഡലുകളാണ് ലഭിച്ചത്.
അതിൽ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം ലഭിച്ച് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ പ്രധാന നേട്ടങ്ങൾ നോക്കാം. ഷൂട്ടിങ്ങിൽ 7 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകൾ ലഭിച്ചു. അത്ലറ്റ്സിൽ 6 സ്വർണം ഉൾപ്പെടെ 29 മെഡലുകൾ ലഭിച്ചു. പുരുഷ ഹോക്കിയിൽ സ്വർണം ലഭിച്ചു. പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. പുരുഷ ക്രിക്കറ്റിൽ സ്വർണം ലഭിച്ചു. വനിതാ കബഡിയിൽ സ്വർണം ലഭിച്ചു. ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ആദ്യമായിട്ട് സ്വർണം ലഭിച്ചു. സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡിക്കും ചിരാഗ് ഷെട്ടിക്കുമാണ് ലഭിച്ചത്. അമ്പെയ്ത്തിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ശരിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം. അതും ശരിയാണ്. 2002 ശ്രീലങ്കയുമായിട്ട് കിരീടം പങ്കിട്ടു. 2013 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. 2025 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3 തവണ കിരീടം ലഭിച്ചു. രോഹിത് ശർമ്മയെ ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുത്തു. ഇത് തെറ്റാണ്. രജിൻ രവീന്ദ്ര, ന്യൂസിലാൻഡിന്റെ രജിൻ രവീന്ദ്രനെയാണ് ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുത്തത്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആഡ്മക് ക്ലെയിനും നിക്കോൾ അയേഴ്സിനുമൊപ്പമാണ് സുനിത വില്യംസ് ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത്. ഇത് തെറ്റാണ്. നിക് ഹേഗിന്റെ കൂടെയും അലക്സാണ്ടർ ഗോർബുനോവിന്റെ കൂടെയുമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത്. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ്. തെറ്റാണ്. ഇലോൺ മസ്കിന്റെ അമേരിക്കൻ എയ്റോസ്പേസ് നിർമ്മാണ കമ്പനിയാണ് സ്പേസ് എക്സ്. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. ഇത് ശരിയാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അതായത് മുഖ്യമന്ത്രി തന്നെയാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? പൃഥ്വിരാജ് ആണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് ആണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ ദി കോർ ആണ്. സംവിധാനം ചെയ്തത് ജിയോ ബേബി. മികച്ച ചിത്രം കാതൽ ദി കോർ, സംവിധാനം ജിയോ ബേബി. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ്. സംവിധാനം രോഹിത് MG കൃഷ്ണൻ. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട, സംവിധാനം രോഹിത് MG കൃഷ്ണൻ. മികച്ച സംവിധായകൻ ബ്ലസ്സി ആണ്. ആടുജീവിതത്തിനാണ് ലഭിച്ചത്. മികച്ച സംവിധായകൻ ബ്ലസ്സി, സിനിമ ആടുജീവിതം. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ, ആടുജീവിതം സിനിമ. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ, സിനിമ ആടുജീവിതം. മികച്ച നടി ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ്. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കും ബീന ആർ ചന്ദ്രന് തടവ് എന്ന സിനിമയ്ക്കുമാണ് ലഭിച്ചത്. മികച്ച സ്വഭാവ നടൻ വിജയരാഘവനാണ്. സിനിമ പൂക്കാലം. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ, സിനിമ പൂക്കാലം. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ, ചിത്രം പെമ്പിള ഒരുമൈ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ, ചിത്രം പെമ്പിള ഒരുമൈ. ജനപ്രിയവും കലാമൂല്യവുമുള്ളതുമായ ചിത്രം ആടുജീവിതമാണ്. സംവിധായകൻ ബ്ലസ്സിയാണ്. ജനപ്രിയവും കലാമൂല്യമുള്ളതുമായ ചിത്രം ആടുജീവിതമാണ്. സംവിധായകൻ ബ്ലസ്സി. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരനാണ്. ചിത്രം കാതൽ ദി കോർ. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ, ചിത്രം കാതൽ ദി കോർ. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണനാണ്. സിനിമ ഇരട്ട. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ, ചിത്രം ഇരട്ട. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. ചിത്രം ജനനം 1947, പ്രണയം തുടരുന്നു.
മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. മികച്ച പിന്നണി ഗായിക ആൻ ആമി ആണ്. ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും. മികച്ച പിന്നണി ഗായിക ആൻ ആമി. ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. ചിത്രം ചാവേർ. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. ചിത്രം ചാവേർ. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതത്തിന് ലഭിച്ചത് മാത്യൂസ് പുളിക്കലിനാണ്. ചിത്രം കാതൽ ദി കോർ. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതത്തിന് ലഭിച്ചത് മാത്യൂസ് പുളിക്കലിനാണ്. ചിത്രം കാതൽ ദി കോർ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? നവംബർ 14. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നതെന്ന് നവംബർ 14. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര്? പുഷ്പക്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് പുഷ്പക്. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം? ജപ്പാൻ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം? ജപ്പാൻ. സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര്? ഈ സേവനം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര്? ഈ സേവനം. MT വാസുദേവൻ നായർക്ക് മരണാന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? പത്മവിഭൂഷൺ. MT വാസുദേവൻ നായർക്ക് മരണാന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? പത്മവിഭൂഷൺ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായത്? സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. ശരിയാണ്. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ശരിയാണ്. 5 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു. തെറ്റാണ്. റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. ശരിയാണ്. 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം? ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം? ചെനാബ് പാലം. സാമൂഹിക നീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡറുകൾ. സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡറുകൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ഇന്ത്യൻ വിമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിന്റെ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം? ആശാ ശോഭന. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം? ആശാ ശോഭന. ISROയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 23. ISROയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ്.
താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. ശരിയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പർ ആയിരുന്ന മലയാളി ആരാണ്? PR ശ്രീജേഷ്. ഇതും ശരിയാണ്. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും 2019 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. ഇതും ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനയില്ല. മൂന്നും ശരിയാണ്. ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. ശരിയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പർ ആയിരുന്നു മലയാളിയായ PR ശ്രീജേഷ്. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. ഡോക്ടർ MS സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ടുവച്ച നിർദ്ദേശം എന്താണ്? പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. ഡോക്ടർ MS സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ടുവച്ച നിർദ്ദേശം എന്താണ്? പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? വാമനപുരം. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? വാമനപുരം. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രൊജക്ട് ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? വിളർച്ച. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രൊജക്ട് ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? വിളർച്ച. 2025 ലോകാരോഗ്യ ദിനപ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. 2025 ലോകാരോഗ്യ ദിനപ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ബഗ്ലിഹാർ ആണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ബഗ്ലിഹാർ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിക. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിക. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്പറേഷൻ സിന്ദൂർ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ചൈന. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? SpaceX ക്രൂ ഡ്രാഗൺ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? SpaceX ക്രൂ ഡ്രാഗൺ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ്? AlphaFold.
പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ്? ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഏർപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ്? 4 പേരുമാണ്. ഡി ഗുഗേഷ് ചെസ്സിലാണ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്സീക്ക്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏതു നഗരത്തിലാണ്? അമരാവതി. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? അമരാവതി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് ഡ്രാഗൺ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് ഡ്രാഗൺ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഷാജഹാനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41-ൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായികതാരം ആരാണ്? നവദീപ് സിംഗ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41-ൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായികതാരം നവദീപ് സിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാര്? പി സതീദേവി. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാര്? പി സതീദേവി. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻടണും. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച്
മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻറ്റണും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? വില്ലോ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? വില്ലോ. 2025 കബഡി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. 2025 കബഡി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ്? ജപ്പാൻ. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ്? ജപ്പാൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? വികസിത ഇന്ത്യ, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃക എന്നതാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? വികസിത ഇന്ത്യ, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃക. 2025 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവർണ ഭാരതം, പൈതൃകവും വികസനവുമാണ്. അതുകൂടാതെ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിനും ജൻ ഭാഗീദാരി, അതായത് ജനപങ്കാളിത്തം എന്ന ആശയത്തിനും പ്രാധാന്യം നൽകിയിരിക്കുന്നു. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആക്സിയം ദൗത്യം 4. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആക്സിയം ദൗത്യം 4. രാജ്യത്തെ മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? 18%. രാജ്യത്തെ മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? 18%. 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത കുറയ്ക്കാൻ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? കാലാവസ്ഥ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ശരിയാണ്. ഇത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏകോപിപ്പിക്കുകയും ലോകബാങ്ക് മാത്രം ധനസഹായം നൽകുകയും ചെയ്യുന്നു. തെറ്റാണ്. ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. ശരിയാണ്. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലതാ സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതൊക്കെയാണ് ശരി? കാലാവസ്ഥ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ഇത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏകോപിപ്പിക്കുകയും ലോകബാങ്ക് മാത്രം ധനസഹായം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. ദുരന്ത സാധ്യതയുള്ള മേഖലകളുമായിട്ടുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. ശരിയാണ്. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലതാ സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.